ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ആയാലോ? കുറച്ച് നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാത്രിയിലെ ചപ്പാത്തിക്ക് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കിട്ടിയ ചെമ്മീനെ പെട്ടെന്ന് തന്നെ ചട്ടിയിലാക്കി വൃത്തിയാക്കി എടുക്കാം. പറയുമ്പോൾ തന്നെ നല്ല പ്രാസമുള്ളതുപോലെ. ചെമ്മീൻ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കഴുകിയെടുക്കാം. ഞാൻ ചെമ്മീൻ കുറച്ചായതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് തല കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചെണ്ണത്തിന് മാത്രമേ എടുത്തുള്ളൂ. ഇനി റോസ്റ്റിന് വേണ്ട ബാക്കി സാധനങ്ങൾ എടുക്കാം. അതിനായിട്ട് 2 തക്കാളി, ഒരു സവോള, കൂടാതെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1.5 സ്പൂൺ ഗരം മസാല കൂടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. മുറിച്ച ഉള്ളി ഇട്ട് കൊടുത്ത് അത് വഴറ്റിയെടുക്കാം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ചെയ്താൽ വേഗം തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇതിലേക്ക് മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, നമ്മളെടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചെമ്മീനിൽ നന്നായി മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ചെമ്മീനിൽ നന്നായി മസാല പിടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെമ്മീനിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിരുന്നു ഉള്ളി വഴറ്റുന്ന സമയത്ത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കുക. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും എനിക്കിഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.